നല്ലൊരു പാട്ട് ഒരു ട്രാക്ക് പാടിയിട്ട് വരുമ്പോൾ വിഷമം തോന്നും അല്ലേ? ഇത് അത് പലപ്പോഴും വീട്ടിൽ വന്ന് ഇങ്ങനെ കാരണം നമ്മൾ കഷ്ടപ്പെട്ടത് പാടുകയും ചെയ്തു, പക്ഷെ അതാരും കേൾക്കുന്നില്ല. ആ ഒരു വ്യക്തി മാത്രമല്ലേ. പക്ഷെ ഞാൻ ചിലപ്പോൾ ചോദിക്കും, പിന്നാലെ നടന്ന അറിപ്പുള്ളവരോടാണെങ്കിൽ ശല്യപ്പെടുത്തി അതിൻ്റെ ഒരു കോപ്പി തരുമോ, ബിക്കോസ് എനിക്ക് മാത്രം കേൾക്കാം. ഞാനിത് എവിടെ ആരും കേൾപ്പിക്കില്ല, എനിക്ക് വയസ്സായി കുറേ നാൾ കഴിയുമ്പോൾ ഇട്ട് കേൾക്കാമല്ലോ, ഇത് ഞാൻ പണ്ട് പാടിയിരുന്നതാണെന്ന്. അങ്ങനെ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് പറഞ്ഞ ആൽബത്തിലെ ഒരു സോങ് ഉണ്ട്, ഇത്രമേൽ എന്നെ നീ. അത് ട്രാക്ക് പാടി, അത് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എന്ത് രസമുണ്ട് ഈ പാട്ട്, ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കണ്ണ ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞ് വീട്ടിൽ വന്ന് പറയാറുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തത് അങ്ങനത്തെ എക്സ്പീരിയൻസും ഉണ്ടാവാറുണ്ട് ചേച്ചി. പിന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സും പ്രീതയെ കൊണ്ട് നന്നായിട്ട് പാടിപ്പിക്കാറുണ്ട്. ട്രാക്ക് എന്നുള്ള രീതിയിലല്ല, പ്രീത വന്ന് പാടുമെന്ന് പറഞ്ഞിട്ട് മാക്സിമം ശരിയാക്കി പോളിഷ് ചെയ്ത് വെച്ചിട്ട് ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ അവരെയൊക്കെ കേൾപ്പിച്ചിട്ട് ഓക്കെ ആവണമെങ്കിൽ ഇതങ്ങ് ഇടാന്നുള്ള രീതിയിൽ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ പലരും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ വര നല്ലതല്ലെങ്കിൽ മറ്റു ഭാഷയിൽ പാടി, തമിഴ് പാടിയിട്ടില്ലേ? ഒരു പടത്തിൽ പാടി, പടം ഇറങ്ങിയിട്ടില്ല. അത് പടൈക്കഞ്ചാന്നാണ് പടത്തിൻ്റെ പേര് എന്ന് അന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഇനി അറിയാമല്ലോ പകുതി വഴിയിൽ പേര് മാറും, മന്ദലാമോ സംഭവിക്കും. അത് പടം ഇറങ്ങിയിട്ടില്ല. അത് കദ്രി ഗോപാൽനാഥിന്റെ മകനാണ്, മണികാന്ത് കദ്രിയാണ് മ്യൂസിക് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാവി എന്താണെന്ന് ഈയിടെയാണോ പാടി? അല്ല, കുറച്ച് നാളായി. പക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് പ്രീതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദി പാടുന്നതാണ് പ്രീതിക്ക് എപ്പോഴും പ്രോഗ്രാംസ് ഇങ്ങനെ ലിസ്റ്റ് ഇടുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, നമ്മുടെ ഷോ ആണെങ്കിൽ എനിക്ക് ആ ഹിന്ദി ഇട്ടാൽ മതി കേട്ടോ, ഞാൻ മറ്റേ അവരൊക്കെ ഉണ്ടല്ലോ അവർ പാടും മലയാളം. എനിക്കിഷ്ടമാണ് ഹിന്ദിയോട് എന്തോ ഒരു സ്നേഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹിന്ദിയോടുള്ള ഇഷ്ടം കൊണ്ട് അച്ഛനും അമ്മയും ബോംബെയിലായിരുന്നു ആദ്യം. അപ്പോൾ അവർ വീട്ടിൽ ഹിന്ദി സംസാരിക്കുന്നത് നമ്മളിങ്ങനെ എനിക്കൊന്നും അറിയില്ലല്ലോ ചെറുതിലെ. അപ്പോൾ അത് എനിക്കത് വേണം, അത് എനിക്കും അങ്ങനെ പറയണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ്. അതിന് സ്കൂളിൻ്റെ സമയത്തെല്ലാം ഹിന്ദിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ തന്നെ, ആ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതിന് ശേഷം TV ന്യൂസ് ഫിലിംസൊക്കെ അന്ന് ഒരു ചാനലല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ മുഖ്യമായിട്ട് ന്യൂസും സിനിമയും ഒക്കെ കാണുമ്പം ഹിന്ദി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട്. പിന്നെ സോങ്സൊക്കെ അതിന് ആദ്യമൊക്കെ മലയാളത്തിൽ ഒരു പ്രൊനൗൺസ് ചെയ്തിരിക്കുന്ന പോലെ എഴുതിയെടുക്കും. ഇപ്പം പിന്നെ ഹിന്ദിയിൽ തന്നെ എഴുതാറായി. ഈ ഗായകരുടെ ലോകത്ത് അല്ലെങ്കിൽ മ്യൂസിക് ലോകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ? അതെങ്ങനെ അത്രത്തോളം പിന്നെ വ്യക്തമായിട്ട് ഇപ്പം ഈ ജനറേഷനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പുണ്ടായിരിക്കാം നമുക്ക് നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്ന് കാര്യം പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴുണ്ടെന്ന് അങ്ങനെ തോന്നുന്നു. ഇപ്പം എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ പാടുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോയ്ക്കാണെങ്കിലും റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ അത് ക്യാൻവാസ് ചെയ്യുക അങ്ങനെയൊന്നുള്ള ഒരു വലിയൊരു പോളിറ്റിക്സ് ഒന്നും അവിടെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ഇപ്പോൾ അവിടെ. മുമ്പുണ്ടായിരുന്നു പറഞ്ഞു കേട്ടതാണ് ചേച്ചി. ഇപ്പോൾ എനിക്ക് ന്യൂ ജനറേഷൻ സിംഗേഴ്സ് വരെ എൻ്റെ അടുത്ത് വലിയ കൂട്ടാണ്. പിന്നെ അതുപോലെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഷൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിലോ നിന്നിട്ട് ചില കുട്ടികളുടെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കും, ചേച്ചി ഇന്ന പാട്ടിൻ്റെ ആ പല്ലവിയുടെ ആ വാക്ക് അതൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ കറക്ഷൻ. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ പഴയ പാട്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 80s 90s ഏറ്റവും ലേറ്റസ്റ്റ് സോങ്സിൻ്റെ കാര്യം പിന്നെ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാം. എന്നോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് അറിഞ്ഞുപോലും കൂടാത്ത കുട്ടികളായിരിക്കും റിയാലിറ്റി ഷോയിന്നൊക്കെ. ശരിയാ, ഒരു റിയാലിറ്റി ഷോയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്ന അങ്ങനെയാണ്. റെഗുലറായിട്ട് വിളിക്കും ഓരോ കുട്ടികൾ, ചേച്ചി ഞാൻ ഇവിടെ നിന്നാണ്, ഞാൻ ഇന്ന പാട്ടെന്ന് പറഞ്ഞു അതിൻ്റെ ലാസ്റ്റ് ലൈൻ എന്താണ്, ലിറിക്സിന് വേണ്ടിയാണ് കൂടുതലും വിളിക്കുന്നത് പ്രീത. അല്ലെങ്കിൽ ട്യൂൺ ഹമ്മിങ് എങ്ങനെയാണ് അതൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറയും കണ്ടോ, അപ്പം കുട്ടികൾക്കൊക്കെ അറിയാം നിന്നോട് ചോദിച്ചാൽ, അപ്പം അതൊരു വലിയ അപ്രീസിയേഷൻ അല്ലേ കുഞ്ഞുങ്ങൾക്ക് അല്ലേ അവർ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ